മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വ ദിനം ആചരിച്ചു. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ശുചിത്വ ദിനം ആചരിച്ചു. പഞ്ചായത്ത് പരിസരത്ത് നടന്ന പഞ്ചായത്ത് തല ശുചീകരണ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് മിനു വർഗീസ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് കെ പി ചാക്കോച്ചൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന വർഗീസ് സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വിനോദ് തേനമ്പറമ്പിൽ, ജോളി ജോർജ് എന്നിവരും പഞ്ചായത്ത് സെക്രട്ടറി ഡോക്ടർ ബിന്ദു ടി എൻ, പഞ്ചായത്ത് മെമ്പർമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് ശുചിത്വ പ്രവർത്തനങ്ങൾ എല്ലാ വാർഡിലും നടത്തുമെന്ന് അറിയിച്ചു. പകർച്ചവ്യാധി രോഗങ്ങളായ ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, വയറിളക്കം തുടങ്ങിയവ പഞ്ചായത്തിൽ വരാതിരിക്കുവാൻ വേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാക്കുവാൻ തീരുമാനിക്കുകയും ആയതിന്റെ ഭാഗമായി എല്ലാ വാർഡുകളിലും നടക്കുന്ന ശുചിത്വ പ്രവർത്തനങ്ങളിൽ എല്ലാ ജനങ്ങളും സഹകരിക്കുകയും പങ്കാളികളാകുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു. പ്രവർത്തനങ്ങൾക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ ബൈജു, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ റെജി വി മാത്യു, സുനിത, സീനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ, പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം ഹെൽത്ത് പ്രവർത്തകരായ രജിത, അഭിലാഷ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ഹരിതകർമ്മ സേനാ പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, ആശാ വർക്കർമാർ, വളണ്ടിയേഴ്സ് തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. തുടർന്നുള്ള ദിവസങ്ങളിൽ വാർഡുകളിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതാണ് എന്നും ആരോഗ്യ വിഭാഗം അറിയിച്ചു. ഇവിടെ കൂടിയിരിക്കുന്ന മറ്റ് സഹോദരി സഹോദരന്മാരെ, ഇന്നിപ്പോ ഇവിടെ നമ്മൾ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ പരിസരം വൃത്തിയാക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. മെച്ചപ്പെട്ട ആരോഗ്യം കിട്ടണമെങ്കിൽ നമ്മുടെ പരിസരവും വൃത്തിയാക്കണം. ഇപ്പോൾ സാംക്രമിക രോഗങ്ങളിലൂടെ പകർച്ചവ്യാധികളിലൂടെ പല രോഗങ്ങൾ കാരണപ്പെടും. ഉദാഹരണത്തിന് ഡെങ്കി, മലേറിയ, അങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്ന പല രോഗങ്ങളും ഈ കൊതുകിൽ നിന്നാണ്. അത് തടയുന്നതിന് വേണ്ടി നമ്മൾ എവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നോ അതിൽ നിന്ന് ഒഴിവാക്കുക. നമ്മുടെ ശരിയായ ചുറ്റുപാടും വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ വേണ്ടി വളരെയധികം ശ്രദ്ധിക്കുക എന്നൊക്കെയാണ് ഇതിനോടൊപ്പം പറയേണ്ടതെന്ന്. ഇന്നിപ്പോ ഇവിടെ പഞ്ചായത്ത് തലത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നു. ഇനി അടുത്ത ദിവസങ്ങൾ, ഓരോ ദിവസങ്ങളിലായിട്ട് ഈ പഞ്ചായത്തിലെ 24 വാർഡുകളിലും ഈ പ്രവർത്തനം നടന്നു വരുന്നു.